സപ്ലൈകോയ്ക്ക് ധനവകുപ്പ് പണം അനുവദിക്കാത്തതിൽ പ്രത്യക്ഷ സമരവുമായി AITUC. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംസ്ഥാന ഭാരവാഹികളുടെ കൂട്ടസത്യഗ്രഹം തുടങ്ങി. സർക്കാർ സപ്ലൈകോയ്ക്ക് ആദ്യ പരിഗണന നൽകണമെന്ന് AITUC ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ പറഞ്ഞു. AITUC സംസ്ഥാന ഭാരവാഹികളാണ് ഇന്നും നാളെയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യഗ്രഹമിരിക്കുന്നത്. നിരവധി സമരങ്ങൾ നടത്തിയിട്ടും സപ്ലൈകോയെ സഹായിക്കാൻ സർക്കാർ ഇടപെടുന്നില്ല എന്നാണ് AITUCയുടെ പരാതി. ജീവനക്കാരുടെ ശമ്പളം വൈകുന്നതിലും സംഘടനയ്ക്ക് അതൃപ്തിയുണ്ട്. ഒരു തൊഴിലാളിയും സപ്ലൈകോയിൽ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഒരു തൊഴിൽ മാവേലി സ്റ്റോറും അടച്ചുപൂട്ടിപ്പെടുന്ന ഒരു സാഹചര്യവും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഗവൺമെന്റിന്റെ മുൻഗണന, ആ മുൻഗണനയിൽ ഏറ്റവും ഒന്നാമത്തെ മുൻഗണനയിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും സപ്ലൈകോയിലെ സ്ഥാപനങ്ങളും അവിടുത്തെ തൊഴിലാളിയും അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉറപ്പുവരുത്തണം. ധനവകുപ്പ് സപ്ലൈകോയെ പരിഗണിക്കുന്നില്ല എന്ന് നേരത്തെ CPI തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CPI തൊഴിലാളി സംഘടന ധനവകുപ്പിനെതിരെ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. ധനവകുപ്പ് പണം അനുവദിക്കാത്തതിനാൽ സബ്സിഡി സാധനങ്ങൾ മുഴുവൻ മാവേലി സ്റ്റോറുകളിൽ എത്തിക്കാൻ സപ്ലൈകോയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.